ഒരു ആർവിയിൽ ക്യാമ്പിങ്ങിന് പോയിട്ടുള്ള അച്ഛനും മകളും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോംബികൾക്കിടയിൽ പെട്ടുപോവാണ്. ഒരു കിഡിലൻ സോംബി പടമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ആർവിയാണ് കാണിക്കുന്നത്. അതിനടുത്തായിട്ട് ഒരുപാട് ടെന്റുകളും മറ്റുമൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഈ ഒരു ക്യാമ്പിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നായകനായിട്ടുള്ള ടോം. അവന്റെ മകളാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട്. അവളുടെ പേര് മിര എന്നാണ്. നല്ല മഴയായതുകൊണ്ട് നമ്മുടെ നായകനായിട്ടുള്ള ടോം വീണ്ടും കിടന്നുറങ്ങുകയാണ്. പിന്നീട് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ മകളെ ബെഡിൽ കാണാനില്ല. അങ്ങനെ ടോം അവളെ തെരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഒരുപാട് തവണ എല്ലായിടത്തും നോക്കിയെങ്കിലും അവളെ കണ്ടെത്താനായില്ല. പിന്നീട് അവൻ നിന്റെ കളി മതിയാക്ക്, നീ പെട്ടെന്ന് വാ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പേടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോഴേക്കും ആ ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സോംബികൾ അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. ടോമിന്റെ മകളായിട്ടുള്ള മിരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തായിട്ടുണ്ടായിരുന്നത്. അവളുടെ അടുത്തേക്ക് ഒരു സോംബി വരുമ്പോഴേക്കും നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ അതിനെ തല്ലി തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഒരുപാട് സോംബികൾ ഇപ്പം മീരയുടെ പിന്നാലെ ഉണ്ട്. അവളങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ആർവിയുടെ മുകളിലും കയറി നിൽക്കുകയാണ്. അച്ഛനും മകളും ഇപ്പം രണ്ട് വഴിയിൽ അയക്കുകയാണ്. നമ്മുടെ ടോമിനാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം അവനിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല, ചുറ്റിലും സോംബികളാണ്. പിന്നീട് കുറച്ച് ദിവസം മുമ്പത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ ടോമിനാണെന്നുണ്ടെങ്കിൽ അവന്റെ മകളെ നല്ല രീതിയിൽ, അതായത് അവളുടെ അടുത്ത് മര്യാദയ്ക്കൊന്നും പെരുമാറാനായിട്ട് അറിയില്ല. ഒരു ടിപ്പിക്കൽ ഫാദർ, അതായത് എങ്ങനെയാ മക്കളെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ ഇത് ചെയ്യണം അത് ചെയ്യണം മറ്റത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ്. പുള്ളിക്കാരന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വഴക്ക് വരെ പറയാറുണ്ട്. നിങ്ങൾ എന്താ മനുഷ്യ അവളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്? ഏത് സമയം ടോം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിറ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവള് തിരിച്ചും ഇപ്പൊ പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛനല്ലേ ഞാൻ എന്നൊക്കെയാണ് നമ്മുടെ ടോം പറയുന്നത്. അച്ഛനൊക്കെയാണ്, പക്ഷെ നിങ്ങൾ ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം മിറയുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കിയേ, എല്ലാ പ്രശ്നങ്ങളും മാറും. അത് ശരിയാണെന്ന് ടോമിനും മനസ്സിലായി. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ടോമും മിറമോളയും കൂട്ടിയിട്ട് ഈ ഒരു ക്യാമ്പിങ്ങിനായിട്ട് വരികയാണ്. വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇവള് ഫുൾ ടൈം ഈ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുത്തിക്കൊണ്ടിരിക്കാണ്ട് നീ എന്തെങ്കിലും എൻ്റെ അടുത്ത് സംസാരിച്ച് എന്നൊക്കെയാണ് ടോം പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ടോമിന് ഒരു ആൺകുട്ടിയായിരുന്നു ഇഷ്ടം. അതായത് അവനൊരു ആൺകുഞ്ഞ് വേണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവന് ഒരു ആൺകുട്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മുടെ മിറയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യാമ്പിങ്ങിൻ്റെ ആ ഒരു സൈറ്റിൽ എത്തിയിട്ടും മിറയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡും മറ്റൊക്കെ ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കുന്നുണ്ട്. അതിനുശേഷം മിറയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൾ ഇപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നമുക്കൊന്ന് ട്രെക്കിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ഇപ്പോൾ ട്രെക്കിങ്ങിനായിട്ട് പോവാണ്. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ അവൾ ക്ഷീണിച്ചു. അച്ഛ എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല എന്ന് അവൾ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ടോമിന് എന്തോ പോലെ. എന്നാൽ മോളെ കുറച്ചും കൂടി ദൂരം പോയിട്ട് നമുക്ക് തിരികെ ഈ ഒരു ക്യാമ്പർ വാനിലേക്ക് കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ ഒരുവിധം അതൊക്കെ സമ്മതിച്ചതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ കരടിയും മറ്റൊക്കെ ഉണ്ടാവുമെന്നും അവൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല, നമുക്ക് അങ്ങനെ മറ്റേ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ മിറയാണെന്നുണ്ടെങ്കിൽ ഒരു കല്ല് കൊടുന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഈ ഒരു കല്ല് ഉപയോഗിച്ചിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അച്ഛാ നിർത്ത്, എനിക്ക് ആ കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല, ഞാൻ ഒരു പെൺകുട്ടിയാണ്. എന്നിട്ട് മിറ അവളുടെ അച്ഛൻ്റെ അടുത്ത് സോറി പറയുകയാണ്. അച്ഛൻ എപ്പോഴും ഒരു ആൺകുഞ്ഞിനെയാണ് വേണ്ടിയിരുന്നതല്ലേ, എന്നോട് ക്ഷമിക്കുക അച്ഛാ, എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഇവരെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേര് അവിടെ ക്യാമ്പിങ്ങിനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരും അവരുടെ അടുത്ത് കൂടുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ മിറയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനായിട്ട് പരിചയപ്പെടുന്നുണ്ട്, ചെറിയൊരു ക്രഷൊക്കെ അടിക്കുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ ഒരു മരച്ചോട്ടിൽ കിടക്കുന്ന ഒരു ആമക്കുഞ്ഞിനൊക്കെ നോക്കിയിട്ട് ഇതെപ്പോഴും ഇനി കടലിലേക്ക് പോവാ എന്നൊക്കെയാണ് അവൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോഡ് ഭാഷ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ എവിടെന്നെങ്കിലും അപകടമൊക്കെ പറ്റിയിട്ട് നമ്മൾ ഒറ്റപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഭാഷ. പക്ഷേ അവൾക്ക് അതിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവനങ്ങനെ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും കുറേ നേരം വാൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ഒരുപാട് ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അടിപൊളി മഴയായിരുന്നു പുറത്ത്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫുഡിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പോയി നോക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ അഴിക്കാനും പറ്റുന്നില്ല. കാറിനകത്തേക്ക് വെള്ളം കയറാണ്ടിരിക്കാനായിട്ട് അതിന്റെ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് കാറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും അവൻ ആ ഒരു ക്യാമ്പർ വാൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും മിരയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവൻ അങ്ങനെ അവന്റെ ആ ഒരു ബുക്ക് വായന തുടർന്നു. ആ ഒരു ബുക്ക് നോക്കിയേ, ഫുള്ള് സെറ്റപ്പ് അല്ലേ. ബുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ബുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ. പിന്നീട് കാണിക്കുന്നത് ഇപ്പൊ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും അവൻ ആ ഒരു ആർവിയുടെ മുകളിലാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കും വീണ്ടും സോംബികൾ വന്നിട്ട് അവനെ പിടിക്കാനായിട്ട് നോക്കുകയാണ്. ഒരു വിധം കഷ്ടിച്ച് അവൻ രക്ഷപ്പെട്ടിട്ട്
ഈ ഒരു ആർവിയുടെ ഉള്ളിലേക്ക് ഇപ്പൊ കയറിയിരിക്കുകയാണ്. ഒരു തോക്കും എടുത്തിട്ട് അവൻ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാണ്. അവന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സോംബികളൊക്കെ അവൻ വെടിവെച്ച് തീർത്തു. പക്ഷെ എല്ലാത്തിനെയും ഒന്നും കീഴ്പ്പെടുത്താനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സുനാമി പോലെ ഓരോരോ സോംബികളും അവന്റെ മേലേക്ക് വരികയാണ്. എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടിട്ട് വീണ്ടും ഈ ഒരു ആർവിക്ക് അകത്തേക്ക് കയറുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ പേടിയാൻ തുടങ്ങി, മകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും വിചാരിച്ചിട്ട്. അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ടേപ്പ് മൊത്തം അവന്റെ ശരീരത്തിൽ ചുറ്റുകയാണ്. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. ഒരുവിധം ഈ ഒരു ആർവി വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാർ ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് അവൻ കയറി പറ്റി. അപ്പോഴേക്കും ഈ സൂമ്പികൾ എല്ലാവരും തന്നെ ഈ ഒരു കാറിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. പക്ഷെ കാർ എന്ത് ചെയ്താൽ സ്റ്റാർട്ട് ആവുന്നില്ല. ഇനിയിപ്പോ ഈ ഒരു കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. കാറിനുള്ളിൽ നിന്ന് അവനൊരു ഫ്ലെയർ ഗൺ കിട്ടി. അത് ഉപയോഗിച്ചിട്ട് അവനെതിരെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സോംബികൾക്ക് നേരെയും അവൻ അങ്ങോട്ട് പൊട്ടിച്ചു. അങ്ങനെ രക്ഷപ്പെടാനായിട്ടാണ് ഇപ്പൊ അവൻ ശ്രമിക്കുന്നത്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിട്ട് വീണ്ടും അവൻ ആ ഒരു ആർവിയുടെ ഉള്ളിലേക്ക് തന്നെ കയറുകയാണ്. ടോം ഉടനെ തന്നെ മിരയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. പക്ഷെ ആർവി തന്നെ ഉണ്ടായിരുന്നു അവളുടെ ഫോണ്. ടോമിന് ആകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ, മകളെ എങ്ങനെ കണ്ടെത്തുക, ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതിനിടയ്ക്ക് അച്ഛനും മകളും മാത്രമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളൊക്കെ നമ്മുടെ ടോമിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു ആ രാത്രി മുഴുവൻ നമ്മുടെ ടോമിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ അവൻ എഴുന്നേറ്റിട്ട് ബൈനോക്കുലർ വെച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട് മകള് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട്. സൂംബികളാണെന്നുണ്ടെങ്കിൽ ആർവിയുടെ ചുറ്റുള്ളത് കൊണ്ട് ഇവനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും വയ്യ. ടോം അങ്ങനെ അവിടുത്തെ റേഡിയോയും മറ്റൊക്കെ പ്രവർത്തിപ്പിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും അവന് കിട്ടുന്നില്ല. ഈ റേഡിയോയുടെ സൗണ്ടും കൂടി കേട്ടപ്പോൾ പുറത്തുണ്ടായിരുന്ന സൂംബികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും അക്രമാസക്തമായിട്ട് അതിലൊരു സൂംബിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആർവിയുടെ ജനൽ അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അതോടുകൂടിയിട്ട് എല്ലാ സൂംബികളും അതിലൂടെ കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബെഡ് ഉപയോഗിച്ചിട്ട് അത് തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സൂംബികളൊക്കെ പോയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കബോർഡുകളും മറ്റുമൊക്കെ അഴിച്ചെടുത്തിട്ട് അവൻ ആ ഒരു ദ്വാരം, സോംബികൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ദ്വാരം മുഴുവനായിട്ട് ഇപ്പോൾ അടച്ചു വെക്കുകയാണ്. അതിനിടയ്ക്ക് ഒരുപാട് തവണ നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആർവിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കി. പക്ഷെ എല്ലാ സോംബികളും അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അവൻ വീണ്ടും ഈ ഒരു ആർവിയുടെ മുകളിൽ കയറിയിട്ട് ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ് തൻ്റെ മകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. നോക്കുമ്പോൾ നമ്മുടെ മീരയാണെന്നുണ്ടെങ്കിൽ ഒരു മരച്ചുവട്ടിലായിട്ട് ഇരിക്കുന്നത് അവൻ കണ്ടു. ടോമിന് ഒരുപാട് സന്തോഷമായി. അവൻ ഉടനെ തന്നെ ആർവിയുടെ അകത്തേക്ക് പോവാണ്. എന്നിട്ട് ഒരു ടോർച്ച് എടുത്തുകൊണ്ട് വരികയാണ്. നേരത്തെ ഒരു കോഡ് ഭാഷ തൻ്റെ മകൾക്ക് അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മീരയുടെ കയ്യിൽ ആ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അച്ഛൻ എന്താ പറയുന്നതെന്ന് അവൾ മനസ്സിലാക്കി. ആർവിയുടെ അടുത്തേക്ക് വരരുത്, ഇവിടെ സോംബികളാണെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ മീരയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടില്ല. അവളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആർവിയുടെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് എല്ലാ സോംബികളും ഇപ്പൊ ആർവിയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ മിരയുടെ പിന്നാലെ കൂടിയേക്കാണ്. അവളാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം. അപ്പോഴേക്കും നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ ആ ആർവിയിൽ ഇങ്ങനെ ചുമ്മാ ആയിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ സോംബികൾ വീണ്ടും ഈ ഒരു ആർവിയുടെ അടുത്തേക്ക് തന്നെ വന്നു. ടോം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കുകയാണ്. തന്റെ മകളെ ഈ സോംബികൾ പിടികൂടിയിരിക്കുമോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് അവൻ രാത്രിയും ഇപ്പൊ ഈ ബൈനോക്കുലറും വെച്ചൊക്കെ ചുമ്മാ നോക്കുകയാണ്. ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയായിട്ടുണ്ടായിരുന്നു അവൻ്റെത്. വല്ലാതെ ദേഷ്യം പിടിച്ചപ്പോൾ അവൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു സോംബിക്ക് ഇട്ടിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള സോംബികളും അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ വീണ്ടും ഈ ഒരു ആർവിയുടെ അകത്തേക്ക് തന്നെ അവന് കയറേണ്ടി വരികയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ബൈനോക്കുലറിലൂടെ അവനൊരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. അവൻ ആ കരച്ചിൽ വരുന്നുണ്ട്. കാരണം മിറയുടെ കോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട്, അതിൽ രക്തവുമുണ്ട്. അവൻ അങ്ങനെ ഒരു കാര്യം ഉറപ്പായി, മിറയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ ആകെ തളർന്നിട്ട് ഇപ്പൊ ആ ഒരു ആർവിയുടെ മുകളിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ടോമിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവൻ അങ്ങനെ ഈ ഒരു ആർവിയുടെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. എന്നിട്ട് പിസ്റ്റളിലുണ്ടായിരുന്ന അവസാനത്തെ ഉണ്ട അവന് നേരെ തന്നെ അവൻ ഉപയോഗിക്കാനായിട്ട് നിൽക്കുകയാണ്. അതായത് അവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് അതിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൾ ഒരു സാധനം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ മഴയിൽ നിന്ന് ആ ഒരു വെള്ളം ശേഖരിച്ചിട്ട് ഇപ്പൊ കുടിക്കുകയാണ്. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ടോം ആള് ഓക്കെ ആയിട്ടുണ്ട്. അവനിപ്പോൾ ആർവിയുടെ മുകളിൽ നിന്ന് താഴേക്കാണ് മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്, അതും സോംബികൾക്ക് നേരെ. അതിനെല്ലാം ശേഷം അവൻ വീണ്ടും ഈ ഒരു ബൈനോക്കുലറും മറ്റൊക്കെ വെച്ച് നോക്കും. എന്നിട്ട് ഒരുപാട് പാട്ടയും അതുവരെ കുപ്പിച്ചിലൊക്കെ ഈ ഒരു ആർവിയുടെ ആ ഒരു മുകൾ ഭാഗത്തേക്ക് ഈ സോംബികൾ കയറാതിരിക്കാനായിട്ട് അവൻ വെക്കുന്നുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് ചീറി പാഞ്ഞു വരുന്നത്. ഇതാരപ്പ ഈ ഒരു നേരത്ത്? സോംബികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം ഈ ഒരു കാറിന് പിന്നാലെ കൂടിയേക്കാണ്. ഈ കാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മരത്തിലിടിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു. അയാളെയാണെന്നുണ്ടെങ്കിൽ ഈ സോംബികൾ ഇപ്പം പിടിക്കുന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കും നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ അയാളെ രക്ഷിച്ചിട്ട് ഈ ഒരു ആർവിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ടോം ആദ്യം ഇയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇവന്റെ മകളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നതാണ് ഇയാൾ പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, കാരണം
നിങ്ങളുടെ കയ്യിൽ എത്ര സപ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമോ? ആ ഒരു കാര്യങ്ങളിലൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ചിന്ത. ടോമിനാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല. കാരണം ഭക്ഷണ കാര്യത്തിലും പിന്നെ അതുപോലെ തന്നെ സർവൈവ് ചെയ്യണ കാര്യം മാത്രമാണ് ഇയാൾ പറയുന്നത്. എൻ്റെ മകളെ രക്ഷിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടും ഇയാളത് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ടോമിന് മനസ്സിൽ തോന്നുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ആർവിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കിയെങ്കിലും പക്ഷെ നടന്നില്ല. സോംബികൾ സമ്മതിക്കുന്നേ ഇല്ല. ഒരുപാട് സോംബികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ ഇയാളുടെ പോക്കറ്റും അതുപോലെ തന്നെ ഇയാളുടെ ഗണ്ണൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഇയാൾ കണ്ടു. അതോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ശേഷം ഇവർ ഈ ആർവിയുടെ മുകളിലേക്ക് നമ്മുടെ ടോമിനെ ഇയാൾ അടിച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷം ഹാൻഡ് കഫ് ചെയ്തിട്ട് ഈ ഒരു സോംബികൾക്കിടയിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ടോം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ടോം എന്നിട്ട് ഇയാളെ ചവിട്ടി പുറത്താക്കുകയാണ്. അതോട് കൂടിയിട്ട് ഈ ഒരു സോംബികൾക്കിടയിലേക്ക് ആ ഒരു മനുഷ്യൻ വീണ് പോകുന്നുണ്ട്. അപ്പൊ തന്നെ പുള്ളിക്കാരന്റെ കഥ തീരുമാനമായി. അന്ന് രാത്രി ഏറെ വൈകിയാണ് നമ്മുടെ ടോം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. മകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ടാണ് അവന്റെ ഉറക്കം. പക്ഷെ പെട്ടെന്നാണ് ഒരു സോംബി ഈ ഒരു ക്യാമ്പർമാൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതോട് കൂടിയിട്ട് നമ്മുടെ ടോമിന്റെ കിളി പോയി. പക്ഷെ അതൊരു സ്വപ്നം മാത്രമായിരുന്നു. പിന്നീടും അവൻ അവന്റെ മകളെ പറ്റിയുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ അയവിറക്കി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ എണീറ്റ് നോക്കുന്നത്. നോക്കുമ്പോൾ ഒരു സോംബിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാൻ്റെ ഉള്ളിൽ ശരിക്കും വന്നിട്ടുണ്ട്. അവൻ അതിനെ പുറത്താക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ പുറത്തേക്ക് നോക്കുമ്പോൾ മലമുകളിലായിട്ട് ആരോ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അത് മിര ആയിരിക്കുമോ അതോ മറ്റുള്ള ആരെങ്കിലും ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അന്നത്തെ ദിവസം രാത്രി നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാനിന്റെ ഫ്ലോർ മൊത്തം കീറിയിട്ട് അതിന് വണ്ടിയുടെ താഴെ കൂടെ അവൻ എഴഞ്ഞെഴഞ്ഞ് മറ്റേ കാറിന്റെ സൈഡിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അവന്റെ ശ്രമം. ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നല്ല ആരോഗ്യമുള്ള ഒരു സോംബി അങ്ങോട്ടേക്ക് ചാടി വരികയാണ്. എന്നിട്ട് ഇവനെ ആക്രമിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കിയില്ല, അതിന് രണ്ടടിയാണ്ട് കൊടുത്തു. അതിനുശേഷം ഇവൻ ഈ ഒരു കാറിൽ കയറിയിട്ട് ആ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഈ ഒരു കാറ് പ്രവർത്തിപ്പിക്കുകയാണ്. പക്ഷെ ഒരു സോംബി ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ കാറിൽ തന്നെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ സോംബികളും വന്നു. അതോടുകൂടി ഈ കാറിന്റെ നിയന്ത്രണം തെറ്റിയിട്ട് ഒരു മരത്തിലിടിക്കുകയാണ്. ഈ സോംബികളിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ടോം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഒരുപാട് സോംബികൾ അവനെ പിടിച്ചിട്ട് ഇപ്പൊ കടിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേക്കും അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലയർ ഗൺ എടുത്തിട്ട് അവൻ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഗ്യാസ് സിലിണ്ടറിന് ഇട്ടിട്ടാണ് കൊള്ളിക്കുകയാണ്. അതോടുകൂടി വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുന്ന എല്ലാ സോംബികളും അവനടക്കം തെറിച്ചു പോവുകയാണ്. പക്ഷെ അധികം പരിക്കൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ടോം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരത്തെ മലമുകളിൽ നിന്ന് ആരോ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അവനങ്ങനെ ഒരുപാട് ദൂരം നടന്നപ്പോൾ അവിടെയായിട്ട് ഒരു ബിൽഡിങ്, അതായത് നമ്മുടെ മിറയും അതുപോലെ തന്നെ ടോമും ആദ്യം നടക്കാനായിട്ട് ട്രെക്കിങ്ങിനായിട്ടൊക്കെ പോയപ്പോൾ കണ്ടിരുന്ന ആ ഒരു ബിൽഡിങ്ങിലായിട്ട് നമ്മുടെ മിറയെ അവൻ കണ്ടെത്തുകയാണ്. അവൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ അവിടെ കിടന്നുറങ്ങുമായിരുന്നു. അതോട് കൂടിയിട്ട് നമ്മുടെ ടോമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ഛനെ കണ്ടപ്പോൾ തന്നെ മിറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോമിനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു എന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു കെട്ടിപ്പിടിച്ചിരിക്കുന്ന സീനിലാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.